ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റഡി പ്ലാനർ എന്താണ്, സ്റ്റഡി പ്ലാനറിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ വീഡിയോ. നമ്മുടെ ചാനലിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ട് 4 വരെ 4 വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണാട്ടോ. അപ്പോൾ സ്റ്റഡി പ്ലാനർ എന്ന് പറയുന്നത് നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്കൊരു മന്തിൽ പ്ലാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ബുക്കിനെയാണ് നമ്മൾ സ്റ്റഡി പ്ലാനർ എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരു ബുക്കിലായിരുന്നാലും ഈ ഒരു സ്റ്റഡി പ്ലാനർ ചെയ്യാൻ പറ്റും. സ്റ്റഡി പ്ലാനറിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പേജാണ് ഇൻഡെക്സ് എന്ന് പറയുന്ന പേജ്. അതായത് നമുക്ക് ബാക്കിയുള്ള പേജസ് എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് ഫസ്റ്റ് പേജിൽ എഴുതുന്നതാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത പേജ് എന്ന് പറയുന്നത് കലണ്ടർ. ഇപ്പോൾ നമ്മൾ ഏത് മന്ത് ആണോ, ഇപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ജൂൺ മന്ത് ആണ്, അതുകൊണ്ട് തന്നെ ജൂൺ മന്തിലെ ഒരു കലണ്ടറാണ് ഫസ്റ്റ് പേജ് ആയിട്ട് കൊടുക്കുന്നത്. സെക്കൻഡ് പേജ് ആണെങ്കിൽ ആ ഒരു കലണ്ടർ തന്നെ ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് ബോക്സസ് ആയിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ആ മന്തിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ബോക്സസിൽ എഴുതി വെക്കാൻ പറ്റും. അതാണ് ആ ഒരു പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ അതുപോലെ തന്നെ കോട്ടും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു പേജ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, അതായത് ഒരു കോട്ടാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേജാണ് സ്റ്റഡി ഹവേഴ്സ്. അതായത് നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി ഹവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പേജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു മന്ത് എത്ര മണിക്കൂറാണ് പഠിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സ്റ്റഡീസിൻ്റെ ടേസ്റ്റാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റും. ഇനി അടുത്ത ഒരു പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ഇയറത്തെ എക്സ്പീരിയൻസ് എഴുതുന്ന ഒരു പേജാണ്. ഇതും ഓപ്ഷണലാണ്, കൊടുക്കാമെന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത പേജ് എന്ന് പറയുന്നത് വീക്ക്ലി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേജാണ്. അതായത് നമുക്കിപ്പോൾ മന്തിൽ 30 ഡേയ്സോ 31 ഡേയ്സ് ആണ് ഉള്ളതെങ്കിൽ ആ ഒരു 30 ഡേയ്സും അല്ലെങ്കിൽ ആ ഒരു 31 ഡേയ്സ് നമ്മൾ ഇതുപോലെ വലിയ ബോക്സസ് ആക്കി കൊടുക്കുക. അതിൽ നമുക്ക് ചെയ്യാനുള്ള ടു ഡു പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അത്രയും ഒരു 4 പേജസ് ഒക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളൊക്കെ തുറക്കുമ്പോൾ ടൈം ടേബിൾ എന്തായാലും കിട്ടും. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പേജ്. ഇനി അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് ട്രാക്കറാണ്. ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മടിയായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും. അതായത് ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് നല്ല മടി ഉണ്ടാവും. അപ്പോൾ ആ മടിയൊക്കെ മാറ്റി നമുക്ക് ആ ഒരു കാര്യം എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹാബിറ്റ് ട്രാക്കർ. അടുത്ത പേജിൽ ഗോൾസും അതുപോലെ തന്നെ ആ മാസത്തെ കുറച്ച് വിഷ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നത്തെ പേജ് എന്ന് പറഞ്ഞാൽ എക്സാം പ്ലാനർ ആണ്. സ്കൂളൊക്കെ തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് എക്സാം ഒക്കെ ആവും. അതിൻ്റെ ടൈം ടേബിൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്ലാനർ. അതിൻ്റെ ഇപ്പുറത്തുള്ളത് നമ്മുടെ സ്കോറും അതുപോലെ തന്നെ പോർഷൻസും എഴുതാനുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റഡി പ്ലാനർ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ്. അപ്പോൾ കഴിയുന്ന എല്ലാവരും ചെയ്തു നോക്കുക. ആൻഡ് നിങ്ങളുടെ സ്റ്റഡീസിൽ അത് എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടെ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ ഒരു ഡേ കട്ട് ചെയ്തിട്ടാവണം ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അടുത്ത പേജ് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കാലണ്ടറിൻ്റെ കുറച്ചുകൂടെ ലോങ് ബോക്സസ് കാണാൻ പറ്റും. അപ്പോൾ ആ ബോക്സിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഷോർട്ടാക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കുക. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ക്ലീനിങ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി ആ ഒരു ബോക്സിൽ. അപ്പോൾ അടുത്ത പേജ് എന്ന് പറയുന്നത് സ്റ്റഡി ഹവേഴ്സ് ആണ്. നമ്മൾ ഒരു ഡേ എത്ര മണിക്കൂറാണ് നമ്മുടെ സ്റ്റഡീസിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി ഹവേഴ്സ്. അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി കൊടുക്കാം കേട്ടോ. അടുത്ത പേജ് എന്ന് പറയുന്നത് വീക്ക്ലി പ്ലാൻ ആണ്. അതായത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് പോലെ കുറച്ച് ലെങ്ത് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ള ഒരു ബോക്സ് ആണ്. ആ ഒരു ഡേയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ എഴുതി കൊടുക്കുക. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന് കംപ്ലീറ്റ് എഴുതി കൊടുക്കാനുള്ള ഒരു ബോക്സ്. അടുത്ത പേജ് എന്ന് പറയുന്നത് ടൈം ടേബിൾ ആണ്, സ്കൂളിൽ കിട്ടുമ്പോൾ എഴുതുക. അതുപോലെ തന്നെ ഇനി അടുത്ത പേജ് എന്ന് പറയുമ്പോൾ ഹാബിറ്റ് ട്രാക്കർ ആണ്. അതായത് നമ്മളൊരു ഹാബിറ്റ്, ഇപ്പോൾ റീഡിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹാബിറ്റ് നമ്മൾ ആ ഒരു മന്തിൽ ഒരു ഡേ ചെയ്യുവാണെങ്കിൽ ആ ഡേ ഒന്ന് ടിക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ഒന്ന് കളർ കൊടുക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ആ ഒരു മന്ത് കഴിയുമ്പോൾ നമുക്ക് ആ പ്ലാനർ നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു മന്തിൽ എത്ര പ്രാവശ്യമാണ് ചെയ്തത് എന്ന് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പേജ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു മന്തിൽ നമ്മുടെ ഗോൾ എന്താണ്, നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്നുള്ളത് എഴുതുക. ആൻഡ് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടിക്ക് മാർക്കോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ള പേജസ് ഒക്കെ നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്കോറും ടൈം ടേബിളൊക്കെ എഴുതാനുള്ള പേജസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഒരു സ്റ്റഡി പ്ലാനർ. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കണ്ട ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്.